വെൽക്കം ടു നവറാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വിസ് റോളാണ്. ഇത് നമ്മൾ ഓവനില്ലാതെ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഈ സ്വിസ് റോൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞ എടുക്കാം. അതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ പ്രത്യേകം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ഇല്ലാതെ ഇതുപോലെ ബീറ്റർ കൊണ്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് കേക്കിനെ സ്പോഞ്ചാക്കി എടുക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് ഈ മുട്ടയുടെ മഞ്ഞ നല്ലോണം ബീറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടും ചെയ്യാം. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് മധുരമുള്ളതാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇതിൽ ഇത്രേ ചേർക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അത് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊരു ക്രീമി പരുവത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രൂപത്തിലാവുന്നത് വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം. ഇത് സ്വിസ് റോളിന് വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ചേർക്കുമ്പോൾ. അതുകൂടെ ചേർക്കുക. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളൊരു വാനില സ്പോഞ്ച് കേക്കായിട്ടാണ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വാനില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് ആ മൈദയെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ല. ഇത് വെറും മൈദ മാത്രമാണ്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് മൊത്തം കുറേശ്ശെയായി നമ്മൾ ചേർത്ത് കൊടുക്കുക, മൊത്തത്തിൽ ചേർക്കരുത്. ഇപ്പോൾ നമ്മൾ മൈദ ചേർത്ത് ബീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇതായി നിൽക്കുന്നതൊക്കെ അതിലേക്ക് വടിച്ച് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് മാവ് വരേണ്ടത്. അപ്പോൾ നമുക്ക് മാവിനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ച മുട്ടയുടെ വെള്ള അതിനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. നല്ലോണം പതഞ്ഞ് വരുന്ന വരെ അതിനെ ബീറ്റ് ചെയ്തിടാം. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെറിയ ഒരു സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതനുസരിച്ച് നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത്. പതഞ്ഞ് വരുന്നതിനനുസരിച്ച് സ്പീഡ് നന്നായി കൂട്ടി കൊടുത്തിട്ട് നല്ലോണം പതപ്പിച്ചെടുക്കുക. ഇതിന് നല്ല മറ്റ് നമ്മൾ ഏത് കേക്ക് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പതപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മുട്ടയുടെ ഈ പതപ്പിച്ച വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിങ്ങനെ ചേർക്കുന്നത് ഇങ്ങനെ ചേർത്ത് ഇത് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാവ് ഒന്ന് ലൂസായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം ചേർത്ത് മിക്സാക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് അതാവുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത മുട്ടയുടെ വെള്ളയിലേക്ക് ഈ മിക്സിനെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ലൂസാവുമ്പോൾ അതുമായിട്ട് യോജിച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആ വെള്ളയും ബാക്കിയുള്ള ആ മറ്റു മാവും കൂടെ ഒന്നായിട്ട് നിന്ന് മിക്സാക്കി എടുക്കുക. അത് മിക്സാക്കുമ്പോൾ ഒന്നായിട്ടിട്ട് കുത്തി ഇളക്കരുത്. ഇതുപോലെ മിക്സാക്കിയിട്ട് ഈ ഒരു പരുവത്തിലായി വരണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ മാവ് റെഡി ആയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ ബീറ്റർ യൂസ് ചെയ്യരുത്. ഇതുപോലുള്ള സ്പൂണോ അതല്ലെങ്കിൽ മരത്തിൻ്റെ തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ഇളക്കിയെടുക്കേണ്ടത്. ബീറ്റർ ഈ സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാവ് ഒന്നും കൂടെ ലൂസായി പോവും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ സ്വിസ് റോളിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മളിതിനെ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ, കുറച്ച് വലുപ്പത്തിലുള്ളൊരു ഫ്രൈങ് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ബട്ടർ ആക്കിയെടുത്തു. ചൂടായതിൻ്റെ ശേഷം
എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ മാവിനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബട്ടർ നന്നായി ചൂടായതിൻ്റെ ശേഷം മാവ് പാരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം. തീ ഓണാക്കിയിട്ട് നമ്മൾ മാവ് പാരാൻ പാടില്ല. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാവ് ചേർത്തിട്ട് ഇതുപോലെ ആക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മാവ് അടി പിടിച്ചു പോവും ആ ഒരു ചൂടിൽ നിൽക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ മാവിനെ അത് ഓവറാക്കിയിട്ട് പാരുകയും ചെയ്യരുത്, ഒരു പാകത്ത് നിലയിൽ പാർന്നെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിലേക്കൊരു പാത്രം വെച്ചിട്ടാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒരു പരന്ന ടൈപ്പിലുള്ള പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് അതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മളൊരു 30 മുതൽ 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റൊക്കെ ആയിട്ടൊന്ന് തുറന്ന് നോക്കുക. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. ഇപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കൊട്ടും കരിയാവുമൊന്നും ചെയ്യാതെ തന്നെ നല്ല ഒരു നമ്മുടെ കേക്ക് പാർന്ന ഒരു കളറിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി ഇതിന് ചൂടാറിയ ശേഷമാണ് നമ്മൾ റോളാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതുപോലൊരു ക്ലീം ഫിലിം ഞാനിവിടെ ടേബിളിൽ വിരിച്ചിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് മറ്റേ ബട്ടർ പേപ്പറോ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇതിൽ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഇത് റെഡിയാക്കി വെച്ചിരുന്നു. ഇതിന് പകരം ജാമോ അങ്ങനെ എന്തും യൂസ് ചെയ്യാം, ന്യൂട്ടല്ല, ജാം അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്ക് അടിയൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കാരണം ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് ഫസ്റ്റ് പരീക്ഷണം ആയതുകൊണ്ട് കുറച്ച് ഒരു കേടൊക്കെ പറ്റിയിട്ടുണ്ട്, അവിടെ എവിടെയും പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒന്നാണ്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല ടൈറ്റിൽ തന്നെ റോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളിലുള്ള ഫില്ലിങ് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പുറത്തേക്ക് തള്ളിപ്പോവും. അപ്പോൾ അത് ഓവറാകാതെയും ശ്രദ്ധിക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇതിനെ നമ്മൾ റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മോൾ ഭാഗമൊക്കെ ചെറുതായി പൊട്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അരമണിക്കൂർ 1 മണിക്കൂർ വരെ ആവാം. ഫ്രിഡ്ജിൽ വെക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തതാണിത്, ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ ക്ലിം ഫിലിം നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിനെ സെപ്പറേറ്റ് ആക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ആ റോൾ ചെയ്ത് വെച്ചത് ആ ഒരു റോളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ആ ഒരു പരുവത്തിൽ തന്നെ. പൊട്ടിപ്പോയാലും ഈ ഫ്രിഡ്ജിലിരിക്കുന്ന സമയത്ത് അത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത്, ഷുഗർ പൗഡർ കൊണ്ട് ഞാനിതിനെ ഒന്ന് മുകളിൽ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഞാനൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ചെയ്തെന്ന് മാത്രം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം അധികം ഒരു നല്ല ചെറിയ പീസാവാതെ കുറച്ച് വീതിയിലുള്ളൊരു പീസായിട്ട് തന്നെ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുക. എഡ്ജിലുള്ള 2 ഭാഗത്തും ഫില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയുള്ള ഭാഗങ്ങളൊക്കെ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഫില്ലിങ്ങോട് കൂടി കിട്ടും. ഇങ്ങനെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വിസ് റോൾ ഇവിടെ കട്ടായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓവണും അല്ല, പാനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.